ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴക്ക് കൂടുന്നതാണോ വഴക്ക് കൂടുന്നത് കാണാനാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുക വഴക്ക് കൂടുന്നത് കാണാനാണ്. അത് രണ്ട് സ്ത്രീകൾ തമ്മിൽ വഴക്ക് കൂടുകയാണെങ്കിലോ ഭയങ്കര രസമായിരിക്കും എന്ന് പറയും. ഇങ്ങനെ കുറേ രസകരമായ വർത്തമാനങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്. വഴക്ക് കൂടുന്ന സംഭവം ചെറുതാണ്, അടിപിടി കൂടുക. അത് കുറച്ചും കൂടി ഉയർന്ന നിലവാരത്തിലേക്ക് കത്തിക്കുത്തുണ്ടാവും, അത് ഭയങ്കര നിലവാരത്തിലെത്തി. പക്ഷേ ഇപ്പോൾ ഇവിടെ മുമ്പ് ഒരു വഴക്ക് എന്നുള്ളൊരു സിനിമ ടൈറ്റിലിട്ട് ഷൂട്ടിങ് തുടങ്ങി. അപ്പോൾ ഞാൻ ഇതാരാണ് ഈ ടൈറ്റിലിട്ടിന്ന് വെച്ചു. അയ്യോ, ഇത് സനൽകുമാർ ശശിധരനാണല്ലോ സംവിധാനം ചെയ്യുന്നത്. ഞാൻ വെച്ചാൽ എന്ത് പറ്റിയാവും, അത് ആരാണ് നായകൻ? ടൊവിനോയാണ്. അപ്പോൾ ഞാൻ ടൊവിനോയ്ക്ക് എന്ത് പറ്റി? ടൊവിനോ ആദ്യം സിനിമയ്ക്ക് വന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തൃശ്ശൂരുള്ള യുക്തിവാദിയായ ഒരു സംവിധായകൻ്റെ സിനിമയിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ടൊവിനോ തോമസ് യുക്തിവാദിയായി എന്നുള്ളതാണത്. കാരണം അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അസുഖം മാറിയത് പ്രാർത്ഥന കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ അല്ല, ഓപ്പറേഷൻ കൊണ്ടാണ്, മരുന്ന് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരാൾ മോശമായിട്ട് ചിന്തിക്കില്ല, ഇത്തിരി മൂള ഉണ്ടെന്നർത്ഥം. മാത്രമല്ല, ഇത്രയും വർഷമായിട്ട് ടൊവിനോ ഈ രംഗത്ത് വന്നിട്ട് ആരുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. തൻ്റെ ഒരു വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിരിക്കാം. എന്തിനു ഞാൻ പറയട്ടെ, 2-3 വർഷം മുമ്പ് ടൊവിനോയ്ക്ക് ഏഷ്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടി. ഈ അവാർഡ് എത്ര പേരൂടെ അറിഞ്ഞെങ്കിൽ അതിനൊന്ന് ഫോക്കസ് ചെയ്യാനിവിടെ അത്ര പേരുണ്ടായിരിക്കണം. ഇവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും അവാർഡ് കിട്ടുമ്പോൾ അതിനെ ഘോഷിച്ച് കൊണ്ടുകൊടുക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ അതൊന്നും പരാതിയില്ലാതെ തൻ്റെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ടൊവിനോ. തനിച്ച് വഴിവെട്ടി എന്ന് പറയാം. ആ വഴിയിൽ ഉയരങ്ങളുണ്ടായിരിക്കാം, താഴ്വാരങ്ങളുണ്ടായിരിക്കാം, വീഴ്ചകളുടെ ഗട്ടറുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായൊരു ആഗ്രഹമുണ്ട്, ഒരു സിനിമ സംവിധാനം ചെയ്യണം, സിനിമ നിർമ്മിക്കണം. ആ നിർമ്മാണത്തിൻ്റെ പാത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് നമ്മുടെ സനൽകുമാറുമായിട്ട് ഒരു കച്ചവടത്തിലേർപ്പെടും. കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഓടി ഭയങ്കര ലാഭം കിട്ടുന്ന ദിശയിലല്ല. അതേ സ്ഥാനത്ത് നായക നടനുള്ള പേരുള്ള ടൊവിനോ ഉള്ളത് കൊണ്ട് ഈ സിനിമയ്ക്കൊരു കച്ചവടവും കിട്ടും. അപ്പുറത്ത് സനൽകുമാർ ആയതുകൊണ്ട് അവാർഡും കിട്ടും. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ, അതായത് കലയും കച്ചവടവും ചേരുമ്പോൾ ഒരു വ്യത്യസ്ത സിനിമയായിരിക്കണ്ടേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ വഴക്ക് ഇത് ബോധപൂർവ്വം സനലിട്ടതാണോ? കാരണം സനൽ എന്നെ സംബന്ധിച്ച് എനിക്കറിയാനുള്ള പടങ്ങളൊക്കെ ഇഷ്ടമാണത്. ഓടില്ലേ പിന്നത്തെ കാര്യം. എല്ലാ പടങ്ങളും, ഭൂരിഭാഗം പടങ്ങളും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭൂരിഭാഗം പടങ്ങളും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പറയാനുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ചിലപ്പോൾ തോന്നും, ഈ സനലിൻ്റെ തലയ്ക്ക് വട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഏട്ടോ, നമുക്ക് എല്ലാവർക്കും വട്ടുണ്ട്, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഒരാളിൽ ചിലപ്പോൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ അയാളെ വട്ടനാക്കാൻ പലർക്കും ഇഷ്ടമാണെന്ന് ആലോചിക്കണം. അത് അയാളുടെ എന്ത് വട്ടണമെന്ന് പറഞ്ഞാലും അയാളുടെ സിനിമകളൊന്നും മോശമായിരുന്നില്ല എന്നാലോചിക്കണം, അല്ലേ? അങ്ങനെയുള്ള ഈ സനൽ അതിന് മുമ്പ് ചെയ്ത പടം ഏതാ? മഞ്ജുവാരുടെ കയറ്റം. ടൈറ്റിലുകളായിരിക്കും. അവിടെ പോയി പ്രശ്നമുണ്ടായില്ലേ? അവിടെ മഞ്ജു വാര്യരുടെ വഴക്കുണ്ടാക്കി, മഞ്ജു വാര്യരെ പ്രേമിക്കാൻ പോയി, അറസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടാക്കി. അത് കോംപ്രമൈസ് ചെയ്ത് വയ്ക്കാം. പിന്നെ നടൻ ജോജുവായിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ സനൽകുമാർ വർക്ക് ചെയ്തവരുമായിട്ട് ഏതെല്ലാം രീതിയിലാണെന്നല്ല ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണമൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന ചില കാരണങ്ങളുണ്ട്. പുറത്ത് കേൾക്കുന്ന കാരണങ്ങളെല്ലാം ശരിയാവണമെന്നില്ല, അവർ പറയണമെന്നില്ല. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ചില കാരണങ്ങളായിരിക്കും ചില പ്രശ്നങ്ങൾക്ക് കാരണം. അത് അവർ വ്യക്തമാക്കാത്ത കാലം വരെ നമ്മളെന്താ പറയുക, അവർ വഴക്കുണ്ടായി. ഇപ്പം ഇവിടെയോ ഈ വഴക്ക് എന്ന ടൈറ്റിലും ശരിക്കും വഴക്കായി എന്നുള്ളതല്ലേ? വഴക്കായതെന്തുകൊണ്ടാണ്? ഈ സിനിമ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചു, അവാർഡുകൾ കിട്ടി. ഇതിൻ്റെ നിർമ്മാതാവ് ഒരാൾ ശരിക്കും ടൊവിനോ തോമസ് ആണ്. അങ്ങനെ 2-3 പേരടങ്ങിയ ഒരു സിനിമയാണ് ഈ സിനിമ. ഈ വഴക്ക് സിനിമ എടുത്തിട്ട് ആ സിനിമ സത്യത്തിൽ ഇത് ഞാൻ സനൽകുമാറിനെ കൊച്ചാക്കി പറയുമോ മോശമാക്കി പറയുമോ എന്നുള്ളതല്ല. അത് കണ്ടപ്പോൾ ശരിക്കും ടൊവിനോ ഒരു നായകനാണ്. അയാളുടെ പടങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 2018 അടക്കമുള്ള സിനിമകൾ ആലോചിക്കണം. ആ സിനിമ
ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പടമാണ്. അയാൾക്ക് ഏഷ്യനിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത സിനിമ. അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ടൊവിനോയുടെ ഈ പുതിയ വഴക്ക് എന്നുള്ള പടം തിയേറ്ററിൽ റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും അയാളുടെ കരിയർ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എന്ന് ആ നടൻ വിചാരിച്ചെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. സനൽകുമാറിനെ സംബന്ധിച്ച് പടം ഓടുകയോ ഓടാതിരിക്കുകയോ ആയിക്കോട്ടെ, പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള പക്ഷക്കാരാണ്. നന്നായിട്ട് എടുത്തില്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ എടുക്കുമോ, ഇൻ്റർനാഷണൽ ഫിലിം പോകുന്നോ, മനസ്സിൽ ഇത് ഒരു വരണ്ട് ഭാഗമാണ്. അപ്പോൾ ഞാൻ വേറെ ഇവിടെ ചോദിക്കുന്നു, സനൽകുമാർ നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ കുറ്റപ്പെടുത്തുമ്പോൾ ചോദിക്കുകയാണ്. ഇവിടെ മലയാള സിനിമയ്ക്ക് അഖില ലോക പ്രചാരം അടൂർ ഗോപാലകൃഷ്ണൻ എല്ലാവരും പറയുന്നത്. അടൂരിൻ്റെ പുസ്തകങ്ങൾ സിനിമകളെല്ലാം പുസ്തകങ്ങളാക്കുന്നു, പഠിപ്പിക്കണം മറ്റും പറയുന്നു. അടൂരിൻ്റെ എത്ര സിനിമ ഇവിടെ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട് പറയാൻ പറ്റുമോ? ആ ഓടിയിട്ടില്ല എന്നതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ നല്ല സിനിമാക്കാരനല്ലാതായിരിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ഞാനിപ്പോഴും ഞാൻ അയാളുടെ മിക്ക സിനിമകളും കാണുന്നതാണ്. ശരിക്കും എല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എഴുതി കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. വേറെ ആളുടെ പേര് വെച്ചാൽ ഇതിന് അവാർഡും കിട്ടില്ല എന്നൊക്കെ ആലോചിക്കണം, ഇല്ലേ? എന്തിന് ഏറ്റവും ഒടുക്കം ദിലീപിനെ നായകനും കാവ്യയെ നായികമാക്കി ചെയ്ത പടം കണ്ടാൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ സിനിമ ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണനാണ് എന്ന് പറയാൻ പറ്റുമോ? അത് വേണം ചർച്ചയാക്കുക നിങ്ങൾ. അപ്പോൾ അടൂരിന് എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അടൂരായതുകൊണ്ട് ആരും കുറ്റം പറയുന്നില്ല, സനൽകുമാർ ആയതുകൊണ്ട് അയാൾ വട്ടനെന്ന് കൃക്കനെന്ന് കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ അവാർഡ് ജേതാക്കളായ പലരുടെയും സിനിമ പരിശോധിക്കുമ്പോൾ തിയേറ്ററിൽ നിലം തൊടാതെ പോയതെന്ന് ആലോചിക്കണം. പിന്നെ ഇവർക്കൊക്കെ അവാർഡ് കിട്ടുന്നത്, അവാർഡിൻ്റെ കാര്യത്തിൽ ഞാൻ വിവാദങ്ങളൊന്നും പറയുന്നില്ല. അതെങ്ങനെ കിട്ടുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ മേടിച്ചവർക്കറിയാം, കൊടുത്തവർക്കും അറിയാമെന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് എല്ലാ അവാർഡുകളും മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ചില കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതായത് അടൂരിൻ്റെ പടം മത്സരത്തിന് വന്നാൽ അതിന് അവാർഡ് കൊടുക്കാതിരിക്കുമോ? പറ്റുമോ? കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോശക്കാർ എന്ന് വരെ ചിന്തിച്ച ജഡ്ജസ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ സനലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അടൂരിൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ എലിപ്പത്തായമാണെന്നേ ഞാൻ പറയുള്ളൂ. എലിപ്പത്തായം എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ട് ബാക്കി എല്ലാ സിനിമയും മോശമാവുന്നുണ്ടോ? മറ്റു ചിലർക്ക് സ്വയംവരമായിരിക്കാം, അതുപോലെ വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അടൂരിൻ്റെ ഏറ്റവും നല്ല സിനിമ അദ്ദേഹം ദിലീപിനെയും കാവ്യയും നായകനാക്കി ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇങ്ങനെ കുറേ പേരുകൾ നമ്മുടെ ഈ സിനിമാ രംഗത്തുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് സനൽകുമാറിൻ്റെ കുറേ നല്ല സിനിമകളുണ്ട്. ഈ സിനിമ വഴക്ക് മുൻകാല സിനിമകളെ പോലെ അത്രയ്ക്കങ്ങോട്ട് ശോഭിച്ചിട്ടില്ല. എരിവും പുളിയും വേണമെന്നല്ല പറയുന്നത്, അത്രയ്ക്ക് ഒരു ഭംഗി ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ടൊവിനോ ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വൈകിപ്പിച്ചത്. പക്ഷേ അതിപ്പോൾ എന്തായി സ്ഥിതി? യൂട്യൂബിലിട്ട് ഇല്ലാതാക്കിയില്ലേ? ആലോചിച്ച് നോക്ക്. അത് ആർക്കും ഇല്ലാതെ ആ സിനിമ ആക്കിയെന്ന് ആലോചിക്കണം. ആ സിനിമയെ നശിപ്പിച്ചതാരാണ്? സനൽകുമാർ ഇനിയും സിനിമ ചെയ്യേണ്ട ആളാണ്. ടൊവിനോ ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. രണ്ടുപേരും ഇനിയും ഒരുമിച്ച് പോകേണ്ടവരാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സനൽകുമാർ ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കണം, വേണ്ടേ? ഇല്ലെങ്കിൽ നമ്മളൊരു വഴക്കാളി എന്നുള്ള പേര് മാത്രം നമുക്ക് മതിയോ? കാരണം ടൊവിനോയെ പോലൊരു നായകനെ കയ്യിൽ കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തില്ലെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് മാത്രമാണ്. വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സിനിമ കൂട്ടായ്മയാണ്, അത് ഒരുമിച്ച് ചർച്ച ചെയ്യണം. ദ ബെസ്റ്റിലേക്ക് എല്ലാ സിനിമകളും നീങ്ങട്ടെ.